ഈ വർഷം തുടക്കത്തിൽ അത്യാവശ്യം നല്ല ഹൈപ്പ് തോന്നിയ ഒരു കൊളാബായിരുന്നു ലൂയി വിറ്റോണിന്റെയും ടിംബർലൻഡിന്റെയും ബൂട്ട്സ്. ബൂട്ട്സിന്റെ ട്രെൻഡ് വരുന്നതിന് മുന്നേ തന്നെ ബൂട്ട്സിന്റെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞു തരട്ടെ. ആദ്യത്തെ കാര്യം ഇതിന്റെ സൈസിങ്. നമ്മൾ സാധാരണ ഷൂസ് സെലക്ട് ചെയ്യുന്ന പോലത്തെ സൈസിങ് ആയിരിക്കത്തില്ല ബൂട്ട്സിന്. അപ്പോൾ ഷോപ്പിൽ പോയി ഒരു ബ്രാൻഡ് ഡിവൈസ് വെച്ചിട്ട് സൈസ് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്നീക്കേഴ്സിനെക്കാട്ടിലും ഹാഫ് സൈസ് കുറവായിരിക്കും സാധാരണഗതിയിൽ ബൂട്ട്സിന് വരുന്നത്. രണ്ടാമത്തെ കാര്യം മെറ്റീരിയൽസ് ആണ്. ഒരു ലോങ് ലാസ്റ്റിങ്ങും ഡ്യൂറബിളും ആയിട്ടുള്ള ബൂട്ടാണ് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ ലെതറും അല്ലെങ്കിൽ സിന്തറ്റിക് പ്ലസ് ലെതർ മെറ്റീരിയൽസ് ട്രൈ ചെയ്യാം. വാട്ടർ പ്രൂഫ് ആയിട്ടുള്ളൊരു സാധനം വേണമെങ്കിൽ ന്യൂബക്ക് മെറ്റീരിയൽ ട്രൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ കംഫർട്ടിൻ്റെ കാര്യം, കംഫർട്ടബിൾ അല്ല ബൂട്ട്സ്. ഇനിയിപ്പോൾ കംഫർട്ട് വേണമെന്ന് തോന്നുവാണെങ്കിൽ ക്രൂ സോക്സ് യൂസ് ചെയ്യാം. ആൻഡ് അതിനും അപ്പുറത്തേക്ക് നിങ്ങളുടെ ഫിറ്റ് ഒരു വലിയ കാര്യമാണ്. ബൂട്ട്സുമായിട്ട് നിങ്ങളുടെ കാലിൻ്റെ വൈഡസ്റ്റ് പാർട്ട്, അതായത് ബൂട്ട്സിൻ്റെ ലേസ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്ത് വൈഡസ്റ്റ് പാർട്ട് വരുന്നുണ്ടെങ്കിൽ ഫിറ്റ് പക്കയായിരിക്കും. ദെയർബൈ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആവും ഡെയിലി യൂസിനനുസരിച്ച്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ അത്യാവശ്യം പാടായിരിക്കും, കാരണം ഇഷ്ടംപോലെ ക്രീസിങ്ങും സ്കഫ് മാർക്സും വരും. പക്ഷേ അതാണ് ബൂട്ട്സിന് കൂടുതൽ ലുക്ക് കൊടുക്കുന്നത്. ആൻഡ് ഇൻ കേസ് ഒത്തിരി ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു ലെതർ മെയിൻ്റനൻസ് കിറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി.